ഷേപ്പ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഷേപ്പ് നോക്കി ഈ സീറ്റ് കൊണ്ടിട്ട് 30 2 ഇഞ്ച് 1.5 ഇഞ്ച് 8 ഇഞ്ച് സീറ്റ് 30 42 2 മനസ്സിലുള്ള സീറ്റ് പിന്നെ ഇതിൽ നമ്മൾ നേരെ ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ചെസ്റ്റ് ഷേപ്പ് എടുത്ത് ഷേപ്പായിട്ട് വെച്ചിടുക ഷേപ്പ് ഇട്ടിട്ട് സീറ്റ് ഷേപ്പ് വെച്ചത് ഇനി നമ്മൾ ഷോൾഡർ 10 ഇഞ്ച് ഇത് 5 ഇഞ്ച് ഷോൾഡർ ഇതിനുവേണ്ടി ഷോൾഡർ കഴുത്ത് കൊണ്ട് 5 ഇഞ്ച് വേണ്ടി മാറ്റി കൊടുക്കുക ഒരു 2 ഇഞ്ച് ബാക്ക് ഒരു 4 ഇഞ്ച് ഫ്രണ്ട് കഴുത്ത് മാറ്റി ഒരു ഷോൾഡറിന് ഇനി നമുക്ക് സീറ്റിന്റെ ഫ്ലെയറിങ്ങനെ എടുക്കുമ്പോൾ അമ്പറിലേക്ക് ഇനി നമ്മൾ 35 സൈഡിൽ വരുന്നത് അപ്പൊ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക 40 മതി നമ്മളെ ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ 38 ഇഞ്ച് കിട്ടിയാലാണ് അപ്പൊ ഇങ്ങനെ സീറ്റ് വരെ നമ്മൾ ആ കട്ടിൽ വന്നിട്ട് ബാക്കി ഇതിനായിട്ട് ഫ്ലയർ ആയിട്ട് പോകും ഇതാണ് മാർക്കിങ് യോ കട്ടിങ്ങും സൈഡ് കട്ടിങ്ങും യോ കട്ടിങ് ഇല്ലാത്ത സൈഡ് കട്ടിങ് വരാത്ത അമ്പർല ഫ്രോക്ക് വേറെ ബോഡിപ്പാർട്ടിന്റെ അവിടെ നിന്ന് കട്ടിങ് വരാത്ത അമ്പർല ഫ്രോക്കിന്റെ മാർക്കിംഗ് ആണ് ചെയ്യുന്നത് മാർക്കിംഗ് തന്നെയാണ് കണ്ട് മനസ്സിലാക്കുമ്പോൾ താഴെ കൊടുക്കുക വരച്ചെടുക്കുക മാർക്കിംഗ് കട്ട് ചെയ്യുന്നത് അപ്പൊ മാർക്കിംഗ് കഴിഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുക പുള്ളിനെ ഡബിൾ ആക്കാൻ പിടിക്കുക ക്ലോസിലാക്കുന്ന കട്ടുപോലെ ചുമതലക്ക് കൊടുക്കുക ലെങ്ത് നോക്കുക നമ്മുടെ ചെസ്റ്റിന്റെ അളവ് നോക്കുക ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഷോൾഡർ കിട്ടണം ഷോൾഡറിൽ കിട്ടുന്നിടത്തോളം കിട്ടിയിട്ട് ഷോൾഡർ ഇത്ര കൊണ്ടെന്ന് വെച്ചാൽ അതുവരെ നമുക്ക് ഇവിടെ കയറ്റാവുന്നതാണ് അതുവരെ കയറ്റിയെടുക്കുക ഷോൾഡർ കിട്ടിയിട്ടുണ്ട് ചെസ്റ്റ് അളവ് കിട്ടിയിട്ട് 10 മതി അതിനകത്ത് 16 വരെയാണ് മീഡിയം സൈസ് കുട്ടികളാണ് പിന്നെ സീറ്റ് വരുന്നത് 18 അതുപോലെ 20 22 24 വരെ സീറ്റ് പോവാം അപ്പൊ അങ്ങനെയും മാർക്കിങ്ങിന് അപ്പൊ ചെസ്റ്റിന്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് 5 ഇഞ്ച് തുമ്പൂടെ കൂട്ടിക്കിട്ടു ഷേപ്പിന്റെ അവിടെ 4 ഇഞ്ച് കൂട്ടിട്ടു സീറ്റിന്റെ അവിടെ 3 ഇഞ്ച് കൂട്ടിട്ടു താഴോട്ട് മാക്സിമം ഫ്ലെയർ വരാതെ ലെങ്ത് നോക്കണം ഇവിടെ നമ്മൾ കറക്റ്റ് 45 എടുക്കണം ഒരു 6 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ 2 ഇഞ്ച് കുറച്ച് പിന്നീട് 2 ഇഞ്ച് കുറച്ച് കൊണ്ടുവരിക സൈഡ് സമയത്ത് സൈഡ് തോന്നിപ്പോകും പോവാതിരിക്കാനാണ് ഈ 2 ഇഞ്ച് കുറച്ച് പോകുന്നത് ഇനി ഇതിന് കട്ട് ചെയ്തെടുക്കുക നേരെ ഷോൾഡർ കട്ടായിട്ട് കട്ട് ചെയ്തെടുത്തു ഷോൾഡറിന് കട്ട് ചെയ്തു ഇനി നമ്മള് ആംഹോൾ സാധാരണ നമ്മള് ടോപ്പിൽ ചെയ്യുന്നത് പോലെ തന്നെ റിഗാർഡ് കട്ട് ചെയ്തിട്ടുണ്ട് റിഗാർഡ് കട്ട് ചെയ്ത് ഇനി നമ്മൾ സാധാരണ 1.5 ഇഞ്ച് തുമ്പ് സീറ്റ് വരെ സീറ്റ് ബാക്കിൽ നമുക്ക് വെച്ചാൽ കിട്ടുന്ന ഫ്ലാഗിന് നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ കുറച്ച് അവിടെ മാർക്ക് ഇട്ട് കൊടുക്കുക വേറെ ഷോളിന്റെ അവിടെ സെൻറ്റർ ഇട്ടുകൊടുക്കുക കഴുത്തിന്റെ വൈഡിനനുസരിച്ച് അവിടെ ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ താഴ്ന്ന നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ഇത് കറക്റ്റാണ് കട്ട് ചെയ്തിട്ട് അപ്പൊ ഇതിന്റെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കൈ കയ്യിൽ പോയിട്ട് സെന്ററിൽ നിന്ന് മാർക്ക് കൊടുക്കുക അപ്പൊ ഇതാണ് യോ കട്ടിങ് സൈഡില് ജോയിന്റും വരാത്ത അംബ്രല്ല കട്ടിങ്
ഇതിനെ നോക്കിയിട്ട് കഴിഞ്ഞാല് ഇങ്ങനെ താഴോട്ട് മാക്സിമം അമ്പല്ല ഇവിടെ സാധാരണ കഴിയുമ്പോൾ തന്നെ മാക്സിമം നല്ല ഫ്ലെയറിൽ ഉണ്ടാകും. ഒന്ന് ബാക്കിൽ ഫ്രണ്ട് ഇവിടെ കയറ്റിലോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലില് നമ്മൾ സാധാ ഫ്രോസിന്റെ എന്താ പറയുക കാരണം ഈ കട്ടിങ്ങിനകത്ത് സെയിം കട്ടിങ്ങിനകത്ത് അമ്പല്ല ഗവൺമെന്റ് ഇത് കട്ടിങ് കാണിച്ചത് ഇത് എല്ലാവരും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ മനസ്സിലാകുന്നുണ്ടോ ഇതിന്റെ സ്ക്രീനിൽ കട്ട് ചെയ്യേണ്ടത് കാണിച്ചത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കുറവാണ്. അപ്പൊ നമ്മൾ ഇന്ത്യ സ്റ്റോപ്പ് ചെയ്യുന്നതും എല്ലാവർക്കും സഹകരിക്കാനുള്ള എല്ലാവരും സപ്പോർട്ട്